മുഴക്കോൽ ഉൾപ്പെടെയുള്ള പണിയായുധങ്ങൾ മാന്നാറിലെ പഴയ വീടിന്റെ ഇറയത്ത് വെറുതെ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 2 ആകുന്നു. കാരണം ഇവ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആളുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ചെട്ടികുളങ്ങര അമ്പലത്തിലെ കുംഭഭരണി ഉത്സവം കണ്ട് ഇരുചക്ര വാഹനത്തിൽ മടങ്ങി വരുമ്പോഴാണ് വിനോദ് കുമാറിന് അപകടമുണ്ടായത്. ബൈക്കിൽ അമിത വേഗതയിലെത്തിയ ഫ്രീക്കന്മാർ യുവാവിനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയി. 2 വർഷത്തിനിപ്പുറവും അപകടമുണ്ടാക്കിയവരെ കുറിച്ച് ഒരു വിവരവുമില്ല. ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം 2 പേരും പിന്നെ അങ്ങ് ഹോസ്പിറ്റലായിരുന്നു. പിന്നെ ഇവിടെ തിരക്കാനും പിടിക്കാനും ഒന്നും ആരും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ തിരക്കിക്കഴിഞ്ഞപ്പം പിന്നെ CCTV നോക്കി കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള ശ്രമം നടത്തിയപ്പം ആളെ കിട്ടി. അന്നേരം നമ്മുടെ പ്രതീക്ഷയില്ല, കാല് മുറിക്കുക എന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ആക്സിഡൻ്റായി കാല് പിന്നെ വീണ്ടും റെഡിയാവും, വീണ്ടും പണിക്ക് പോകാമെന്നുള്ള ചിന്തയായിരുന്നു. കാല് മുറിച്ചതോടെ 40-കാരന് കെട്ടിട നിർമ്മാണ ജോലിക്ക് പോകാൻ കഴിയാതെയായി. വരുമാനം നിലച്ചു. വായ്പ ഉൾപ്പെടെ എല്ലാ തിരിച്ചടവുകളും മുടങ്ങി. കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിച്ചു. വണ്ടിക്ക് ഈ മുക്കചക്രവാഹനത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആയില്ല. കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കടയോ ഇംഗ്ലീഷ് ലോട്ടറിയെങ്കിലും എടുത്ത് വിറ്റ് വീട്ടിലെ കാര്യങ്ങളെങ്കിലും നടക്കും എന്നുള്ളൊരു ചിന്തയിൽ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വന്ന് അങ്ങോട്ട് പോകും. ഒരു മാർഗവും അറിയില്ല. പ്രായം ചെന്ന അച്ഛനെയും അമ്മയെയും പോറ്റിയിരുന്നത് വിനോദായിരുന്നു. വീട്ടിലെ ഏക വരുമാന മാർഗം ഇല്ലാതായതോടെ ചൂലുണ്ടാക്കി വിറ്റാണ് കുടുംബം ജീവിക്കുന്നത്. കുറച്ച് കോഴികളുമുണ്ട്. അപകടമൊന്നും പറ്റിയില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു പോയേനെയായിരുന്നു, അടച്ചൊക്കെ പോയേനെ. ഇങ്ങനെ ഒരിക്കലും ജപ്തി വരത്തില്ലായിരുന്നു. ഒരു മാർഗവും ഇല്ല, നമുക്ക് സഹായിക്കാൻ ബന്ധുക്കളാരുമില്ല. ബന്ധുക്കളാരും സാമ്പത്തികമുള്ളവരൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ കഴിഞ്ഞുകൂടി പോകുന്നവരൊക്കെ ഉള്ളൂ. അല്ലാതെ ഒന്നും ആരുമില്ല. അവരെ കൊണ്ടൊന്നും പറ്റത്തില്ല, ആരുമില്ല. ആഘോഷത്തിമിർപ്പിൽ അപകടമുണ്ടാക്കി കടന്നുപോയവർ അറിയുന്നുണ്ടോ ഒരു കുടുംബത്തിന്റെ ദുരിത ജീവിതം? അപകടം ആകസ്മികമാണ്. അവിടെ നിന്ന് ബോധപൂർവം രക്ഷപ്പെടുന്നവർ ഒരു കാര്യം ഓർക്കണം: നിങ്ങൾ അപകടത്തിലാക്കുന്നത് കുറച്ചേറെ ജീവിതങ്ങളാണ്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.